എല്ലാവരെയും പുതിയ വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ US സൈനിക താവളവും സെൻട്രൽ കമാൻഡ് ആസ്ഥാനവുമായ ഖത്തറിലെ അൽ ഉദൈദ് എയർബേസ് ഇറാനിയൻ ആക്രമണത്തെ തുടർന്ന് തകർന്ന് തരിപ്പണമായതിനാൽ ഇവിടം ഉപേക്ഷിച്ച് അമേരിക്ക രക്ഷപ്പെട്ടതായിട്ടാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് ഇവിടെ ഉണ്ടായിരുന്ന അനേകം വിമാനങ്ങൾ തകർന്നതിന് പിന്നാലെ കുറെ വിമാനങ്ങൾ ഒറ്റയടിക്ക് ഇവിടെ നിന്ന് ഇസ്രായേലിലേക്ക് മാറ്റിയെങ്കിലും അതിൽ 17 വിമാനങ്ങൾ ഇവിടെ വീണ്ടും അവശേഷിക്കുന്നതായി സ്ഥിരീകരിച്ചിരുന്നു. പിന്നീട് അത് 3 കുറയുകയും ഈ 3 വിമാനങ്ങൾ കൂടി കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് അവർ മാറ്റുകയും ചെയ്തതോടെ ഈ എയർബേസ് ഇപ്പോൾ പൂർണ്ണമായും ഒഴിഞ്ഞു കിടക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകളുള്ളത്. അമേരിക്ക അതീവ രഹസ്യമായി ചെയ്ത ഇക്കാര്യം ഇറാൻ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവിട്ടതോടെ ട്രംപിന്റെ സകല അവകാശവാദങ്ങളുമാണ് ഇതിലൂടെ പൊളിഞ്ഞിരിക്കുന്നത്. 30 കൊല്ലത്തിലധികമായി മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ വ്യോമപ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിച്ചിരുന്ന അൽ ഉബൈദ് എയർബേസിൽ 8,000 മുതൽ 10,000 വരെ US സൈനികരും അതുകൂടാതെ ഏറ്റവും വലിയ വ്യോമ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെയാണ് അവർക്കുണ്ടായിരുന്നത്. ഇറാഖ്, സിറിയ, അഫ്ഗാനിസ്ഥാൻ, അതുപോലെ പേർഷ്യൻ ഗൾഫ് മേഖലകൾ US-ന്റെ വ്യോമാക്രമണങ്ങളും അതുപോലെ തന്നെ നിരീക്ഷണ സംവിധാനങ്ങളും എല്ലാം നിയന്ത്രിക്കുകയും ആസൂത്രണവും ചെയ്യുകയൊക്കെ ചെയ്തിരുന്ന ഖത്തറിലുള്ള ഈ കമ്പൈൻഡ് എയർ ഓപ്പറേഷൻസ് സെന്റർ വഴിയായിരുന്നു. അതാണിപ്പോൾ ഇറാനെ ഭയന്നുകൊണ്ട് ഉപേക്ഷിക്കാൻ അമേരിക്ക നിർബന്ധിതമായിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഇവിടെ നിന്ന് ഈ വിമാനങ്ങളൊക്കെ മാറ്റി എന്ന് നമ്മൾ പറഞ്ഞാൽ പോലും ഈ വിമാനങ്ങൾ ഇനി എത്ര എണ്ണം ബാക്കിയുണ്ട് എന്ന കാര്യത്തിൽ അടുത്ത ദിവസങ്ങളിൽ റിപ്പോർട്ടുകൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം ഈ വിമാനങ്ങളെ പിന്തുടർന്നാണ് ഇറാൻ ഖത്തറിൽ നിന്നും ആക്രമണത്തിൻ്റെ ലക്ഷ്യം ബഹ്റൈനിലേക്കും കുവൈറ്റിലേക്കും അതുപോലെ തന്നെ ജോർദാനിലേക്കുമൊക്കെ തിരിച്ചത് എന്ന് ഇറാൻ്റെ സൈനിക കേന്ദ്രങ്ങൾ തന്നെ പറയുന്നുണ്ട്. അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ സൈനിക സാമഗ്രികളുടെ പിന്നാലെയാണ് ഇപ്പോൾ ഇറാൻ ഉള്ളത്. അത് എവിടേക്ക് മാറ്റുന്നോ അവിടേക്ക് ആക്രമണം നടത്തുകയാണ് ഇറാൻ ഇപ്പോൾ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ജോർദാനിലെ അൽ മുവാഫാത്ത് അൽ സാത്തി എന്ന വ്യോമതാവളത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ അമേരിക്കയ്ക്ക് വില കൂടിയ റീപ്പർ ഡ്രോണുകൾ, വിമാനങ്ങൾ, മറ്റ് പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെ എല്ലാം തകർന്ന് തരിപ്പണമായിട്ട് ബില്യൺ കണക്കിന് ഡോളറിന്റെ നഷ്ടങ്ങൾ നേരിട്ടതായിട്ട് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. കാര്യം നമ്മളും പറഞ്ഞതാണ്. ഇങ്ങനെ നഷ്ടപ്പെട്ടതിൽ ഖത്തറിൽ നിന്നും ഇവിടേക്ക് മാറ്റിയ വിമാനങ്ങൾ ഉൾപ്പെടുന്നു എന്നായിരുന്നു ഈ വാർത്തകൾ ഉണ്ടായിരുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം തന്നെ അമേരിക്കയുടെ ഒരു താട് വ്യോമ പ്രതിരോധ സംവിധാനത്തിലും ബോംബാക്രമണം നടത്തിയതായിട്ട് ഇറാൻ ഇപ്പോൾ അവകാശപ്പെടുന്നുണ്ട്. അത് കടുവയെ കിടുവ പിടിക്കുക എന്ന് കേട്ടിട്ടില്ലേ? ഇറാന്റെ മിസൈലുകളെ തടയാൻ വേണ്ടിയാണ് ഈ താട് മിസൈൽ പ്രതിരോധ സംവിധാനം അവന്മാര് മിഡിൽ ഈസ്റ്റിന്റെ പല ഭാഗത്തും കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനിട്ടാണ് ഇറാൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിൽ നിന്ന് പോകുന്ന മിസൈലുകൾക്കൊന്നും ഇറാനിൽ നിന്ന് അയക്കുന്ന മിസൈലുകളെ തടയാൻ കഴിയുന്നില്ല. ഈ മിസൈൽ പ്രതിരോധ സംവിധാനം തന്നെയാണ് ഇറാൻ ഇപ്പോൾ അടിച്ചു കളയുന്നത്. അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലുള്ള അവരുടെ സൈനിക കവചങ്ങളുടെ ദൗർബല്യം വ്യക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഒറ്റയടിക്ക് അമേരിക്കയുടെ ഏറ്റവും ആധുനികമായ ഈ വ്യോമ പ്രതിരോധ സംവിധാനം ഇറാൻ അടിച്ചു കളഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ ഓർക്കണം. തന്നെയുമല്ല, ഈ താട് പ്രതിരോധ സംവിധാനത്തിനൊപ്പം ഒരു പാട്രിയറ്റ് എയർ ബാറ്ററിയും പിന്നെ സീരാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു റഡാർ സിസ്റ്റവും നശിപ്പിക്കപ്പെട്ടതിൽ പെടുന്നുണ്ട്. തന്നെയുമല്ല, ഇവരുടെ ജോർദാനിലുള്ള അവരുടെ ഇന്ധന സൗകര്യങ്ങൾക്കെല്ലാം തീപിടിക്കുകയും ഒരു ഹെലികോപ്റ്റർ സിസ്റ്റവും ഹെലികോപ്റ്ററിന്റെ മെയിൻ്റനൻസ് സൗകര്യങ്ങളും എല്ലാം പൂർണ്ണമായിട്ടും തകർന്നടിച്ചതായിട്ടാണ് ഈ ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത്. ഈ താട് സിസ്റ്റത്തിന് നേരെയൊക്കെ ആക്രമണം നടത്തുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായ ഒരു കാര്യമൊന്നുമില്ല. ഇത് മിഡിൽ ഈസ്റ്റിൽ തന്നെ ആദ്യമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. താട് അത്ര വലിയ പ്രതിരോധ സംവിധാനമായിട്ടാണ് ഇന്ന് ലോകത്ത് കൊട്ടിക്കൊഴിക്കപ്പെടുന്നത്. ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. ഈ താഡ് ബാറ്ററി സിസ്റ്റത്തിന് തന്നെ ഏതാണ്ട് 1.8 ബില്യൺ ഡോളർ വരെ വില വരുന്നുണ്ട്. ഇറാനിൽ നിന്ന് അയക്കുന്ന മിസൈലുകളെ ഇപ്പം മിഡിൽ ഈസ്റ്റിലോ അതല്ലെങ്കിൽ ഇസ്രയേലിലോ ഒക്കെ വീഴാതിരിക്കാൻ വേണ്ടി ഉയർന്ന ഉയരത്തിൽ തന്നെ പോയി ആക്രമിച്ച് തകർക്കുന്ന ഒരു പ്രത്യേകതയിലാണ് ഈ താഡ് മിസൈൽ പ്രതിരോധ സംവിധാനം അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. എന്നാൽ അതിനെയൊക്കെ തകർക്കുന്ന രീതിയിലാണ് ഇറാനിയൻ മിസൈലുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് നേരെ വന്നെങ്കിൽ മാത്രമേ ഈ മിസൈലുകളെ ഇവർക്ക് പിടികൂടാൻ കഴിയത്തുള്ളൂ. ഇപ്പം ഇറാൻ്റെ മിസൈലുകളെല്ലാം വരുന്നത് വളഞ്ഞാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു ഇതിനെ പിടിക്കാൻ പറ്റില്ല. കാരണം ഈ പ്രതിരോധ മിസൈലുകളെ ചാർട്ട് ചെയ്തിരിക്കുന്നത് സ്ട്രൈറ്റ് ആയിട്ട് വരുന്ന ഒരു മിസൈലിനെ തടയാനാണ്. എന്നാൽ ഈ വളഞ്ഞ് വരുന്ന ഒരു മിസൈലിനെ തടയാൻ ഇവർക്ക് സംവിധാനമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഈ മിസൈലുകളൊക്കെ താഴേക്ക് പതിക്കുന്നത്. ഇത് പോയിട്ട് ഈ താട് സംവിധാനത്തിട്ട് പിടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതുകൂടെ താഴ്ന്നു പോവുകയാണ്. ഇതുപോലെ തന്നെയാണ് പാട്രിയറ്റ് ബാറ്ററി സംവിധാനവും. അതായത് അതൊരു പ്രതിരോധ സംവിധാനമാണ്. അതിന് ഏകദേശം 1.1 ബില്യൺ ഡോളർ വില വരുന്നുണ്ട്. ഈ താഡിനേക്കാൾ കുറച്ചുകൂടെ വില കുറവാണ്. അതിൻ്റെയും ജോലി ഇതൊക്കെ തന്നെയാണ് മിസൈലുകളെ പിടിക്കുക എന്നുള്ളതാണ്. ഈ പ്രതിരോധ ബാറ്ററികൾ ഉപയോഗിക്കുന്ന മിസൈലുകൾക്ക് ഏതാണ്ട് $4 മില്യൺ വില വരുന്നുണ്ട്. ഇത് വെച്ചിട്ടാണ് ഇവർ ഇറാനിൽ നിന്ന് മിസൈലുകളെ തടയുന്നത്. പിന്നെയുള്ളത് ശ്രീരാം റഡാർ സംവിധാനമാണ്. ഇതിൻ്റെ ജോലി എന്ന് വെച്ചാൽ
ഈ പീരങ്കികൾ, മോർട്ടാറുകൾ, അതുപോലെ ചെറിയ ചെറിയ റോക്കറ്റുകൾ, ഇവയിൽ നിന്നുള്ള ആക്രമണങ്ങളെ തടയുക എന്നുള്ളതാണ്. ഈ സിസ്റ്റത്തിന് ഏതാണ്ട് 10 മുതൽ 15 മില്യൺ ഡോളർ വരെ വില വരുന്നുണ്ട്. അപ്പൊ കരമാർഗവും ആകാശമാർഗവുമുള്ള എല്ലാ സംവിധാനങ്ങളുമാണ് ഇറാൻ അടിച്ചു കളഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ പൂർണ്ണമായ ഒരു അവസ്ഥ. ഇപ്പൊ നേരിട്ട് അമേരിക്കൻ താവളങ്ങളെ ലക്ഷ്യമാക്കി ഒരു മോർട്ടാർ അടിച്ചാൽ പോലും അവിടേക്ക് ഇത് നേരിട്ട് പതിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. പീരങ്കി വെച്ചോ അതല്ലെങ്കിൽ ചെറിയ റോക്കറ്റ് വെച്ചോ, ഇനി അതല്ല വലിയ മിസൈൽ വന്നാൽ പോലും ചുമ്മാ കൈയും കെട്ടി മുകളിലേക്ക് നോക്കി നിന്ന് ഇത് സന്തോഷത്തോടെ സ്വീകരിക്കുക എന്നല്ലാതെ യാതൊരു മാർഗവും ഇപ്പോൾ ജോർദാനിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അമേരിക്കയുടെ എല്ലാ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും ഇങ്ങനെ ഇറാൻ തകർക്കാൻ കഴിയുന്നതോടെ ഇറാന്റെ മിസൈൽ ശേഷിക്കെതിരെ അമേരിക്കയുടെ ഏറ്റവും അത്യന്താധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഒന്നും തന്നെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യമാണ് പുറത്തു വരുന്നത്. തന്നെയുമല്ല, അമേരിക്കയുടെ ഈ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തന്നെ ഓരോ ദിവസവും ഇറാൻ ഇങ്ങനെ തകർത്തുകൊണ്ടിരിക്കുന്നത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ വളരെയധികം ഭയത്തോടെയാണ് ഇപ്പോൾ കാണുന്നത്. ഈ രാജ്യങ്ങൾക്ക് മേൽ ഇറാൻ തുടർ ആക്രമണങ്ങൾ നടത്തുമ്പോൾ അത് പഴയതിലും വളരെയധികം രൂക്ഷമായി നാശത്തിന് വഴിയൊരുക്കും എന്ന വിലയിരുത്തലാണ് പൊതുവെ ഉള്ളത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കണേ എന്ന് ഇവർ പ്രാർത്ഥിക്കുകയാണ് എന്നാണ് പറയേണ്ടത്. 2026 ജൂലൈ പകുതിയോടുകൂടി തന്നെ ഡസൻ കണക്കിന് KC-135 വിമാനങ്ങൾ, അതായത് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളിൽപ്പെട്ടതാണ്, പുറപ്പെടുന്നതിൻ്റെ ഒരു ഫ്ലൈറ്റ് ട്രാക്കിംഗ് ഡാറ്റയും ഉപഗ്രഹ ചിത്രങ്ങളും എല്ലാം കൂടി ഇറാൻ പുറത്തുവിട്ടിരുന്നു. ഇന്ധനം നിറയ്ക്കാനുള്ളതാണ് ഈ KC-135 എന്ന വിഭാഗത്തിൽപ്പെട്ട വിമാനങ്ങൾ. ഇങ്ങനെ 33 വിമാനങ്ങൾ ഇസ്രായേലിലെ ബെൻഗുരിയോൻ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തതായിട്ട് ഇറാൻ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിമാനത്താവളം ലക്ഷ്യമാക്കി ഇറാൻ ആക്രമണം നടത്തുമോ എന്ന ഭയം ഇസ്രായേലിന്റെയും അമേരിക്കയുടെ ഉള്ളിൽ വളരെയധികമുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ പല പ്രാവശ്യം ആവശ്യപ്പെട്ടതാണ് ഈ വിമാനങ്ങൾ ഇവിടുന്ന് മാറ്റണം, അത് അവരുടെ വിമാനത്താവളങ്ങൾക്കും അപകടമാണ്, ഇറാൻ ഇവിടേക്ക് ആക്രമിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്, തന്നെയുമല്ല എയർപോർട്ടിൽ ഇപ്പോൾ സ്ഥലമില്ല, അതുകൊണ്ട് എത്രയും വേഗം ഈ വിമാനം എടുത്തു മാറ്റണമെന്ന് ട്രംപിനോട് പല പ്രാവശ്യം നെതന്യാഹു ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ഇപ്പോഴും അവരിവിടുന്ന് ആ വിമാനം മാറ്റിയിട്ടില്ല. കാരണം ഈ മിഡിൽ ഈസ്റ്റിൽ ഇറാനെ ആക്രമിക്കുന്ന വിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കണമെങ്കിൽ ഈ വിമാനങ്ങളുടെ ആവശ്യമുണ്ട്. ഇത് പോയിട്ടാണ് ഈ ആകാശത്ത് നിന്ന് തന്നെ ഇന്ധനം നിറച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ വിമാനം ഇവിടുന്ന് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇന്ധനം നിറയ്ക്കാൻ മാർഗമില്ലാതെ അമേരിക്ക പൂർണ്ണമായും ഇറാനുമേലുള്ള ആക്രമണങ്ങളൊക്കെ നിർത്തേണ്ടി വരും. ഇപ്പോൾ തന്നെ തുടർച്ചയായിട്ട് 10-13 ദിവസമായിട്ട് അമേരിക്ക ഇറാനിൽ ആക്രമണം തുറന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇനിയും മുന്നോട്ട് പോകും. അവരുടെ ആണവ കേന്ദ്രത്തിനെല്ലാം ബോംബ് ചെയ്യുമെന്നാണ് ഭീഷണിപ്പെടുത്തിയിട്ടുള്ള ട്രംപ്. എന്നാൽ ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ ആണവ കേന്ദ്രത്തെങ്ങാനും ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ ബാക്കി ഉണ്ടാവില്ല എന്നൊരു ഭീഷണിയാണ് ഇറാനും മുഴക്കിയിട്ടുള്ളത്. ഇങ്ങനെ യുദ്ധം വളരെ രൂക്ഷമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം അമേരിക്കയ്ക്ക് ഭയം വിതച്ചുകൊണ്ട് ഞങ്ങളുടെ ഡ്രോൺ ഫാക്ടറികൾ ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കുന്ന ഒരു വീഡിയോ കൂടി ഇറാൻ പുറത്തുവിട്ടിട്ടുണ്ട്. ഇറാന്റെ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളും സൈനിക വ്യവസായ ശൃംഖലകളും എല്ലാം തകർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളൊന്നുമില്ല, അവരുടെ ആയുധങ്ങളൊന്നുമില്ല, അവർക്ക് ഞങ്ങളെ ആക്രമിക്കാൻ മാർഗമൊന്നുമില്ല എന്ന് പലതവണ ട്രംപ് വീരവാദം മുഴക്കിയിട്ടുള്ളതാണ്. അതിനെ പൊളിച്ചുകൊണ്ടാണ് ഇപ്പം ഇറാൻ അവരുടെ ഡ്രോൺ ഫാക്ടറിയിൽ ആയിരക്കണക്കിന് ഡ്രോണുകൾ നിരന്നിരിക്കുന്ന വീഡിയോ അയച്ചു കൊടുത്തിട്ടുള്ളത്. നീ കണ്ടോ, ഞങ്ങളുടെ സാധനം ഇഷ്ടം പോലുണ്ട്, നീ ഉദ്ദേശിച്ചതുപോലെ തൊടാൻ പറ്റിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇവരിതിനെ വിശദീകരിക്കുന്നത്. ഇങ്ങനെ കാണിച്ച വീഡിയോയിൽ അമേരിക്കയ്ക്ക് ഇതേവരെ ഏറ്റവും കൂടുതൽ നാശം വിതച്ചിട്ടുള്ള അരാഷ് വിഭാഗത്തിൽപ്പെട്ട ഡ്രോണുകളെയും നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാം അടുക്കി വെച്ചൊരു വെയർഹൗസാണ് ഇവർ കാണിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ മുഴുവനായിട്ടുള്ള അമേരിക്കൻ താവളങ്ങൾക്ക് ഏറ്റവും അധികം നാശം വരുത്തിയിട്ടുള്ള ഡ്രോണാണ് ഈ അരാഷ് എന്നോർക്കണം. 2000 കിലോമീറ്റർ അകലെയുള്ള ഇസ്രായേലിൽ ചെന്ന് പോലും ആക്രമണം നടത്താൻ കഴിവുള്ള ഈ ഡ്രോണുകളെ ലോകത്തിലെ ഏറ്റവും ദൂരപരിധിയുള്ള ഡ്രോണായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. 2020 ഇറാന്റെ സൈനിക വിഭാഗം ഏറ്റെടുക്കുന്നത്. 2022 കൂടിയാണ് ഈ ഡ്രോണുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇവർ പുറത്താക്കുന്നത്. അങ്ങനെയാണ് ഈ ഡ്രോൺ ഇവരുടെ കയ്യിലുണ്ട് എന്നുള്ള വിവരം ലോകം അറിയുന്നത് തന്നെ. ഈ ഡ്രോണുകളിൽ കൂടുതൽ കൃത്യത വരുത്താൻ വേണ്ടി GPS ട്രാക്കുകൾ ഇവർ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ടെർമിനൽ സീക്കറുകളും ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ഈ ഡ്രോണിനെ ശത്രുക്കളുടെ സൈനിക താവളങ്ങൾ, റഡാർ കേന്ദ്രങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, മറ്റ് തന്ത്രപരമായ അടിസ്ഥാന സൗകര്യങ്ങൾ മുഴുവൻ ആക്രമിക്കാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ ശത്രുവിന്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആക്രമിക്കാനുള്ള കഴിവ് തന്നെയാണ് ഈ അരാഷ് ഡ്രോണുകളെ ഏറ്റവും വ്യത്യസ്തമാക്കുന്നത്. ഇതിന്റെ പേര് തന്നെ റഡാർ കില്ലർ എന്നാണ് ഇറാൻ കൊടുത്തിരിക്കുന്നത്. റഡാർ എവിടെയുണ്ടോ അവിടെ പോയി ആക്രമിച്ച് നശിപ്പിക്കുന്നതാണ് ഈ ഡ്രോണിന്റെ പ്രധാന തൊഴിൽ. ഇറാനിലോ ഗസയിലോ അതല്ലെങ്കിൽ ഹൂത്തികളെയോ ഹിസ്ബുള്ളയൊക്കെ ആക്രമിക്കാൻ വേണ്ടി അമേരിക്കയും ഇസ്രയേലും ഒക്കെ പൈലറ്റുമാരെ നിയന്ത്രിക്കുന്ന യുദ്ധവിമാനങ്ങളെ ആശ്രയിക്കുമ്പോൾ താരതമ്യേന വളരെ ചിലവ് കുറഞ്ഞ 100 കണക്കിന് ഡ്രോണുകൾ ഉപയോഗിച്ച് പ്രത്യാക്രമണം നടത്തുന്ന രീതിയാണ് ഇറാൻ പൊതുവെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഡ്രോണുകളെ സംബന്ധിച്ച് ശത്രുക്കളുടെ ഏത് രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് അയക്കാൻ കഴിയും. ഇത് നമ്മളെ ഈ കുട്ടികളൊക്കെ കളിക്കുന്ന ഒരു കളിപ്പാട്ടത്തിന്റെ വലിപ്പം മാത്രമേ ചില ഡ്രോണുകൾക്കുള്ളതിനാൽ
ഈ ഡ്രോണുകളെ ഏത് ഉള്ളിലേക്കും കടത്തി വിട്ടുകൊണ്ട് അവിടെ വലിയ ആക്രമണം നടത്താൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവരുടെ വിമാനങ്ങളും പ്രതിരോധ ബാറ്ററികളും എല്ലാം തകരുന്നതിൻ്റെ പ്രധാനമായ കാരണമായി മാറുന്നത്. എന്നാൽ അമേരിക്കയെ സംബന്ധിച്ച് ഇറാനിനെ അത്രയധികം ആഘാതം ഏൽപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അവർ പറയുന്നത് പോലെ നല്ല കാര്യങ്ങൾ. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ഭൂരിപക്ഷവും ഭൂമിക്കടിയിൽ തന്നെയാണ്. അവരുടെ ആയുധങ്ങൾ മുഴുവൻ ഇരിക്കുന്ന ഭൂമിക്കടിയിലാണ്. മരുഭൂമിയിൽ നിന്നും മിസൈലുകൾ അയക്കുന്ന വീഡിയോ നമ്മൾ തന്നെ ഇവിടെ ഇട്ടിട്ടുണ്ട്. മരുഭൂമികളിൽ കുഴികൾ കുഴിച്ചിട്ട് അതിനുള്ളിൽ നിന്നും മിസൈലുകൾ പുറത്തേക്ക് പായുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മിസൈൽ കേന്ദ്രങ്ങൾ എവിടെയാണെന്ന് കണ്ടെത്തി തകർക്കാൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതാണ് ഇപ്പോൾ അമേരിക്കയെ യുദ്ധത്തിൽ നിന്നും പിൻവലിയാൻ തന്നെ ഒരു കാരണമാക്കി മാറ്റിയിരിക്കുന്നത്. അവർ യുദ്ധത്തിൽ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം. അവർക്ക് എങ്ങനെയെങ്കിലും ഒരു കരാർ ഉണ്ടാക്കി ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഹോർമുസ് ഇങ്ങനെ നിൽക്കുന്നത് കാരണം അവർക്ക് പിന്നോട്ട് വലിയാനും കഴിയുന്നില്ല. എന്നാൽ വരും ദിവസങ്ങളിൽ അമേരിക്ക കൂടുതൽ ആക്രമണങ്ങൾ പ്രതീക്ഷിക്കുക എന്ന ഒരു താക്കീതും ഇറാൻ നൽകുന്നുണ്ട് എന്നും നമ്മൾ അറിയിക്കാം. ഈ വാർത്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു.